ഞാനാണെങ്കിൽ ജസ്റ്റ് വെളിയിലേക്ക് ഒന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ബോറടിച്ച് ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് ജസ്റ്റ് റൈഡ് പോകാൻ പോവാണ്. ഞാൻ ബൈക്ക് എടുത്ത് നേരെ റൈഡ് പിടിക്കും. ഈ റൈഡ് എന്ന് പറയുന്നൊരു പെർഫെക്റ്റ് റൈഡാണ്. വേറെ നല്ല ഈ വണ്ടി വെച്ച് ഞാൻ ഭയങ്കര സ്പീഡിൽ പോകും. എന്നുവെച്ചാൽ ഈ കുറേ പേരൊക്കെ ഭയങ്കര ഒരു സ്മൂത്തായിട്ട് പോകത്തില്ല, അതുപോലെ ഇടിക്കാതെ, അതുപോലെ ഈ KTM ഒക്കെ റീൽസിൽ, അതുപോലെ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്, അതുപോലെ ഈ ഒരു വീലിട്ട് പോവാം. അങ്ങനെയാണല്ലോ സാധാരണ എല്ലാവരും ഓടിക്കും. അപ്പോൾ അങ്ങനെ വിഷയം മാറ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്താൻ തോന്നുന്നു. ഈ ഒരു സ്പീഡിൽ തന്നെ ഈ റെയിൽവേ ട്രാക്കിലൊക്കെ എന്നാ സ്പീഡാണ് ഇത്. ഓടാ പോടാ, ഈ വണ്ടി പറക്കണം. ഓടാ ഞാൻ ഇതിൽ കളിക്കുന്ന എൻ്റെ ഒറിജിനൽ സൗണ്ട് വേറെ നേരത്തെ പറഞ്ഞിരുന്ന സൗണ്ടൊക്കെ എൻ്റെ ഒരു ആപ്പുണ്ട് വോയിസ് ചേഞ്ചർ എന്ന് പറയുന്നത്. ഞാൻ ആപ്പിലുള്ള ഒരു സൗണ്ട് വെച്ചിട്ട് ഞാൻ ഇത്രയും നാളും കളിച്ചത്. ഇനി തൊട്ട് ഞാൻ എൻ്റെ ഒറിജിനൽ സൗണ്ടിലാണ് കളിക്കുന്നത് വേറെ. ഓക്കെ, ഈ വണ്ടി 100 പറക്കണം. ഇത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആരാ വിളിക്കുന്നത്? ലെസ്റ്ററോ? ഹലോ, എന്താടാ ലെസ്റ്ററേ? ഇവിടെ ഫ്രാങ്ക്ലിന്, നീ ഇപ്പോൾ അവിടെ? ഞാൻ ഇപ്പോൾ എൻ്റെ ബൈക്ക് എടുത്ത് ജസ്റ്റ് റൈഡ് പോവാം. പോയി ഇപ്പോൾ ഇവിടെ നിൽക്കുക. എന്താടാ എടാ, അതിപ്പോൾ നല്ല കാര്യം. അപ്പം ഞാൻ നിനക്കൊരു ലൊക്കേഷൻ അയക്കാം. അവിടെ ആണെങ്കിൽ ഒരു സൂപ്പർ കാർ വന്നത്, ഒരു ഗോൾഡൻ കാറാണ്. അതൊരു കോയിൻസ് കാർ. അത് നീ അടിച്ചു മാറണം. ആ കാറ് 2 കാറുണ്ട്. ഒരു കാറ് കോയിൻസിക്കും ഒരു കാറ് ഫെറാറി. ഓ ഓക്കെ, ഞാൻ അതായി അടിച്ചു മാറ്റാം. ഓക്കെടാ. അപ്പം നീ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ടേക്ക് പോവാം. ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, കിട്ടിയാടാ. ഞാൻ അതേ പോവാം. മറ്റേ പറപ്പിച്ചു. എടാ, ഇത് അടുത്താണോ? ശരിയില്ല, അടുത്ത ഇത്. ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കോയിൻസിക്ക് ഗോൾഡൻ, ഒരു ഫെറാറി ഗോൾഡൻ, പിന്നെ ഒരു ബൈക്ക് മാറ്റാം ലൈക്ക് അതെല്ലാം കണ്ട വിഷയമാവും. പിന്നെ ഒരു ഇത് ബൈക്ക് യമഹ VMAX. അതൊരു ഇതേതര കളറ്, പർപ്പിൾ ആ ഒരു കളറിൽ. ഫസ്റ്റ് നമ്മുടെ ബൈക്കാണ്. ഒരു കാര്യം ചെയ്യും, ഈ ബൈക്ക് നമുക്ക് ഒളിപ്പിക്കാം. ഇത് മറ്റേ സ്ഥലം ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത്. കാരണം അതിൻ്റെ അപ്പുറത്തെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് പാർക്കിങ്. ഈ സ്ഥലം ഇതിന് പെടുന്നതല്ല. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഇവിടെ വെക്കാം. പിന്നെ ടയർ താന്ന് നടക്കണം. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് പോകാം. എല്ലാവരും വിചാരിക്കും അവിടെ വണ്ടി പാർക്ക് ചെയ്തായിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും ഓക്കെ, വണ്ടി പാർക്ക് ചെയ്ത് ഇവരൊക്കെ വിചാരിക്കുന്ന അല്ല ട്രെയിനൊക്കെ പോകാൻ വേണ്ടി വന്നേക്കാം. ഓക്കെ, ഈ വണ്ടിയുടെ താക്കോലിവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് മെല്ലെ വണ്ടി എടുക്കാം. ആരും അറിഞ്ഞില്ല. ഈ വണ്ടി എടുത്ത് അവിടെ കൊണ്ടിടാം, വിളിക്കാം. ഹലോടാ ലെസ്റ്റർ, ഈ വണ്ടി അവിടെ കൊണ്ടിരിക്കേ. അവിടെ അത് നീരുകാരും ചെയ്യും. എൻ്റെ പെട്രോൾ പമ്പ് ഇല്ലേ, അതിൻ്റെ അടുത്തുള്ള വീടില്ല. അതാണല്ലോ നമ്മളെ മൈക്കിളുടെ വീട്. അപ്പോൾ അവിടെ കൊണ്ടിട്ടേക്കും. ആടാ അവിടെ ഇരിക്കണം. പിന്നെ അവിടെ ഇടണ്ടാവാം. അവിടെ ഒരു ഒരേ ഇതേ ഉള്ളൂ. അതുകൊണ്ട് നീ അതിൻ്റെ ഫ്രണ്ട് വിടും. അവിടെ ഇടണ്ട, ബാക്കിൽ. ആടാ, എനിക്ക് നല്ല സ്ഥലമൊക്കെ അറിയാം. പക്ഷേ ഈ വണ്ടി കയറുകയെന്ന് അറിയില്ല. അവൻ്റെ വീടിൻ്റെ ബിൽഡിങ്ങില്ലേ അപ്പുറത്തെ, അവിടെ കൊണ്ടിടാം. അതിൻ്റെ ബാക്കിൽ, അതാകുമ്പോൾ ആരും സംശയിക്കില്ല. അതൊന്നും ഇല്ലല്ലോ ഓടിയോ, നീ അവിടെ കൊണ്ടിടാം. നീയോടാ എന്നെക്കാട്ടും ഇല്ല എല്ലാവർക്കും. നിനക്ക് വരെ എന്നെക്കാട്ടും
ഇതിനെക്കാട്ടി വലുതായിട്ട് ഫ്രാങ്ക്ലിൻ ചുമ്മാവാ. ഇപ്പത് സെറ്റായി വിടിടാ. അടുത്ത വണ്ടി കൂടെ ഞാൻ എടുത്തിട്ട് വരാം. നോക്കടോ എടാ, അവിടെ ഒരു പിന്നെ യമഹ വിമാക്സ് ഉണ്ട്, അതെടുക്കണോ? അതെടുക്കണ്ട, അതിൻ്റെ കീ ഇല്ല. ആ പിന്നെ ഈ വണ്ടികളുടെ ഒക്കെ കീ ഇതിലുണ്ട്, അതെനിക്ക് മനസ്സിലായി എടുത്തപ്പോളെ. ഓടോ, ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ശേഷേ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. ആ വണ്ടി എടുത്തിട്ട് നേരെ ആ വണ്ടി എടുക്കാൻ പോയിച്ചിക്ക്. ഓടോ, ഞാൻ വേഗം പോട്ടെ, ഇല്ലെങ്കിൽ അവന്മാർ ആ വണ്ടി കൊണ്ടുപോയി. ഓടോ ആരടാ? നമ്മുടെ നിഞ്ച അടിയിൽക്കൊണ്ട് അത് എടുക്കണം. കാരണം എൻ്റെ പേഴ്സണല്ലോ കാരണം ഈ വണ്ടി ഇടയ്ക്കിടക്കട്ടെ. മറ്റേ വഴി സൂക്ഷിച്ച് വേണം കൊണ്ടുപോകാൻ. കാരണം ഞാൻ വന്നത് കൊയിൻസിക്ക് തന്നെ. ഈ വണ്ടിയുടെ പാർട്സൊക്കെ പെട്ടെന്നുള്ളത്, അതുകൊണ്ട് വിഷയമാണ്. മാറാം എൻ്റെ വണ്ടി എടുക്കുന്നത്. എടാ ഞാനോടോ ആ നീയായിരുന്നു കേട്ടോ. അടിക്കാൻ പറഞ്ഞ സൗണ്ട് മാറ്റി ഈ വണ്ടി ഇപ്പൊ ആര് കാണാറുണ്ട്. ഇതിനിടെ ഹലോ ബോസ്, ബോസ് അങ്ങോട്ട് പോവാ. ടിവിയിൽ എടുത്താണ് ഒരു ഓടിക്കാറിൽ സുഖത്ത് നല്ല പോകണം. സ്പീഡിൽ പോയി വണ്ടിയുടെ പാർട്സ് അതാണ് ബമ്പർ പോയി അളകി കിടക്കാണ്. ഇങ്ങോട്ട് കയറില്ലേ, ഇങ്ങോട്ട് കയറും നല്ല പോവാ. ആ പാക്കറ്റേ പോയി വെച്ചിട്ടിരിക്കുന്ന ഈ വണ്ടിക്ക് വലിയ ഇതൊന്നുമില്ല. കുട്ടിയത് ഇവിടെ കണ്ടോ? ഹലോടാ, ഞാൻ അതേ 2 വണ്ടിയും കൊണ്ടിട്ടുണ്ട്. ഓടോ അടപ്പം ക്യാഷൊക്കെ ഞാൻ തരാം. ഓക്കെ പക്ഷെ നമുക്കൊരു കാര്യം ചിലപ്പോൾ ബുള്ളറ്റ് എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാം. ഇത് തന്നെ മൈക്കിളിൻ്റെ ആണ് അടിച്ചു മാറ്റി. അത് ഇന്ത്യൻ ബൈക്കാണിത്. ഓക്കെ ഇത് അവൻ്റെ ഒരു ഇന്ത്യയിലെ ബൈക്കാണ് ബുള്ളറ്റ്. അതുകൊണ്ട് അവന് അത് മേടിച്ച് 2 കോടിക്ക് അത് ഞാൻ അടിച്ചു മാറ്റി. ഈ ബുള്ളറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ നിഞ്ച എടുക്കാൻ പോകും. ഡോ താനാണോ നേരത്തെ തന്നെ വണ്ടി എടുത്തേ? ഏത് വണ്ടി? നിനക്കൊന്നും അറിയില്ലല്ലേ? എനിക്ക് നീ അല്ലല്ലേ? ഓക്കെ സാറ് അപ്പം ശരി. എൻ്റെ നിഞ്ച എവിടെ വെച്ചാൽ മറന്നുപോയി. നെഞ്ചിയോ? അവിടെ ഫ്രാങ്ക്ലിന് നീയോ? ഇവിടെ ആ സോമനായിരുന്നു. റിച്ചല്ലേ ഇവിടെ. ഞാനാണോ ഫ്രാങ്ക്ലി? എൻ്റെ ബൈക്കാ ഇത്. ഏതോ ഒരുത്തമ്മ അടിച്ചു മാറ്റി ഇവിടെ കൊണ്ട് വെച്ചത്. ഓടോ ശരി. അപ്പോൾ നമ്മളെ വണ്ടിയും കിട്ടി, ക്യാഷും കിട്ടി, 80 കോടി കിട്ടി നമുക്ക്. അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മുടെ സ്വന്തം റേസ് ആയിട്ടായിരിക്കും വരുന്നത്.